സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ മത്സരം മോഹൻ ബഗാനോട് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് പരാജയപ്പെട്ടത്. ആദ്യത്തെ മാച്ച് കഴിയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ഒരു മാച്ചിനെ പറ്റി വരുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കോച്ചിനെ പറ്റി, ഡേവിഡ് കറ്റാല എന്ന് പറയുന്ന നിലവിലെ നമ്മുടെ കോച്ചിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിംഗ് 11 ആണെങ്കിലും അതിൻ്റെ ചേഞ്ചസ് ആണെങ്കിലും സെലക്ഷൻസ് ആണെങ്കിലും ഫസ്റ്റ് മാച്ച് അവസാനിക്കുമ്പോൾ ഓരോ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ഇല്ലാതെയാണ് ആ മാച്ച് അവസാനിക്കുന്നത്. സോ അതൊക്കെ വെച്ചിട്ട് കോച്ചിൻ്റെ ആ ഒരു ഗെയിം സ്റ്റൈലിനെയും കോച്ചിൻ്റെ ഒരു രീതികളെയൊക്കെ ജഡ്ജ് ചെയ്യുന്ന ഒരുപാട് പേരെ ഫസ്റ്റ് മാച്ച് അവസാനിക്കുമ്പോൾ തന്നെ കാണാം. ആൻഡ് നമ്മൾ എടുത്തു പറയണം, ഇപ്പോഴത്തെ ഒരു അവസ്ഥയും നമുക്ക് പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി, കോച്ചിൻ്റെ ടാക്ടിക്സിന് അനുകൂലമായിട്ടുള്ള പ്ലേയേഴ്സൊക്കെ അവൈലബിൾ ആണോ എന്നുള്ളതൊക്കെ ആരും പരിഗണിക്കുന്നൊന്നുമില്ല. പക്ഷേ എന്നാലും മാച്ചിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്പെസിഫിക് മാച്ചിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. സോ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഒരു മാച്ച് ഒന്നുകൂടി കണ്ടു, റീപ്ലേ അവൈലബിൾ ആയിരുന്നു. സോ അങ്ങനെ രണ്ടാമതൊരു മാച്ച് കണ്ടതിന് ശേഷം ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു കോച്ചിനെ പറ്റി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു മാച്ചിൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒക്കെ നോക്കുമ്പോൾ അതിൽ ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, മോശം തന്നെയായിരുന്നു. കളി കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ഹാഫിൽ കുറേ പ്രശ്നങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റാർട്ടിംഗ് ലെവലുള്ള പ്ലേയേഴ്സിൻ്റെ സെലക്ഷൻ ആണെങ്കിലും ഗെയിം സ്റ്റൈലിൻ്റെ എക്സിക്യൂഷൻ ആണെങ്കിലും ഒന്നും പ്രോപ്പറായിട്ടായിരുന്നില്ല വന്നിരുന്നത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഈ ഒരു മാച്ചിലെ ഫസ്റ്റ് ഹാഫിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം സെക്കൻഡ് ഹാഫിൽ തന്നെ ഈ ഒരു മാച്ച് അവസാനിച്ച് പിന്നെ അതിനെപ്പറ്റി പഠിച്ചിട്ടൊന്നുമില്ല, ഓൺ ദ സ്പോട്ടിൽ സെക്കൻഡ് ഹാഫിൽ തന്നെ സൊല്യൂഷൻസ് കണ്ടെത്തി അത് ഗെയിം സ്റ്റൈലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കറ്റാലക്ക് സാധിച്ചിരുന്നു. അത് തന്നെയാണ് ആസ് എ കോച്ച് എന്ന രീതിയിൽ കറ്റാലയിൽ എനിക്കൊരു ഹോപ്പ് വരാനുള്ള മെയിൻ കാരണം. സോ ഫസ്റ്റ് ഹാഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്, അതിനെങ്ങനെയാണ് കറ്റാല സൊല്യൂഷൻസ് കണ്ടുപിടിച്ചത് എന്നുള്ളത് ഡീപ്പായിട്ട് തന്നെ സംസാരിക്കാം. അതിൽ ആദ്യത്തേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിലെ ടീമിൻ്റെ ഒരു പ്രയോറിറ്റി ആയിട്ട് കാണാൻ സാധിച്ചത് ഡിഫെൻഡിങ് തന്നെയാണ്. മോഹൻ ബഗാൻ പന്ത് കൈവശം വെക്കുമ്പോൾ നമ്മളൊരു 4-4-2 ഷേപ്പിലാണ് ഡിഫെൻസീവ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കണ്ടത്. ആൻഡ് ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ഡിഫെൻസീവലി അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ, അവിടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് എടുത്ത് പറയാൻ പറ്റുന്ന പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. ബികാഷിൻ്റെ പെർഫോമൻസ് വലിയൊരു എക്സാമ്പിളാണ്. ഒരുപാട് സിറ്റുവേഷൻസിൽ പ്രോപ്പറായിട്ട് ലൈൻ കീപ്പ് ചെയ്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ ബികാഷിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ണറായിട്ടുള്ള ഓമർബ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ ഈ ഒരു മാച്ചിൽ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സൈഫിൻ്റെ ഡിഫെൻഡിങ് കാണാം, പിന്നെ അവർക്ക് ഫ്രണ്ടിലായിട്ട് കളിച്ച റൗളിൻ ബോർജസും അതുപോലെ തന്നെ ദാനിഷ് ഫാറൂഖും, ഈ രണ്ടുപേരുടെയും ഡിഫെൻസീവ് ഡ്യൂട്ടീസും അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു സിറ്റുവേഷനിൽ ഒഴിച്ച്. ആൻഡ് ഇവിടെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഡിഫെൻസീവ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തൊരു 4-man ബാക്ക് ലൈൻ 4-man മിഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അറ്റാക്കിംഗ് വിങ്ങേഴ്സായിട്ട് കളിപ്പിക്കേണ്ടിയിരുന്ന നിഹാൽ അതുപോലെ തന്നെ കോറു, ഈ രണ്ടുപേർക്കും കുറച്ചുകൂടി ഡിഫെൻസീവ് റെസ്പോൺസിബിലിറ്റി കുറച്ചുകൂടി ഇറങ്ങി വരേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 പ്രശ്നങ്ങളാണ് മെയിനായിട്ട് ഗെയിംസിൽ ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ 4-4-2 ഡിഫെൻസീവ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇവർക്ക് ഡിഫെൻസീവ് വരുന്ന ഡ്യൂട്ടി അത് എപ്പോഴും അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. അത് സാധിക്കാത്തൊരു സിറ്റുവേഷനിലാണ് ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങിയത്. ആൻഡ് ഈ ഫസ്റ്റ് ഹാഫിലെ എൻ്റെ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാക്ക് ലൈൻ ഒന്ന് ഔട്ട് ഓഫ് ഷേപ്പായി പോകുന്നതും ആ ഗോൾ വന്ന സിറ്റുവേഷനിലാണ്. നമ്മൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാക്കിലേക്ക് ഒരു വിങ്ങറിലേക്ക് ഒരു എക്സ്ട്രാ പ്ലെയർ മോഹൻ ബഗാൻ്റെ ആ ഒരു സൈഡിൽ വരുമ്പോൾ അവിടെ ആ ഒരു പ്ലെയറിലേക്ക് പാസ് വരുമ്പോൾ ആ പ്ലെയറെ ട്രാക്ക് ചെയ്യേണ്ടത്, ആ ഒരു പ്ലെയറെ കവർ ചെയ്യേണ്ട ഡ്യൂട്ടി ആ ഒരു സൈഡിലെ വിങ്ങറിനാണ്, ഈ ഒരു സിറ്റുവേഷനിൽ നിഹാൽ. പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ നോക്കുകയാണെങ്കിൽ നിഹാലിന് പെട്ടെന്ന് ആ ഒരു പ്ലെയറിലേക്ക് റീച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ആ ഒരു ബാക്ക് ലൈനിൽ ബാക്ക് ഫോറിൽ കളിക്കുന്ന ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള സൈഫ് അഡ്വാൻസ് ചെയ്ത് വരുന്നുണ്ട്. സൈഫ് അഡ്വാൻസ് ചെയ്ത് വരുമ്പോൾ ആ പൊസിഷനിൽ അദ്ദേഹം കവർ ചെയ്യേണ്ടിയിരുന്ന ലിസ്റ്റിന് മുന്നോട്ടേക്ക് റൺ ചെയ്യാൻ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് ഒരു ട്രൂ റിസീവ് ചെയ്യാൻ പാകത്തൊരു ഓപ്ഷൻ കാണിച്ച് മുന്നോട്ട് പോകുന്നത് കാണാം. ലിസ്റ്റൻ അങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു സൈഡിൽ ആ ഒരു പ്ലെയറിനെ കവർ ചെയ്യാൻ ബാക്കി വരുന്ന ബികാഷ് മുന്നോട്ട് കയറി വരുന്നതും അഡ്വാൻസ് ചെയ്ത് വരുന്നതും ഔട്ട് ഓഫ് പൊസിഷനിലായി മാറുന്നതും കാണാം. അവിടെ നിഹാൽ ആ ഒരു ലിസ്റ്റനെ കവർ ചെയ്യാൻ ട്രാക്ക് ചെയ്യാൻ റൺ ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ബികാഷ് ഔട്ട് ഓഫ് പൊസിഷൻ ആയി കഴിഞ്ഞിരുന്നു. ഇത് കൃത്യമായി റീഡ് ചെയ്ത ഡിമി പെട്രാട്ടോസ് ആ ഒരു ഗ്യാപ്പ് ഫൈൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതും അവിടെ പാസ് കൊണ്ട് ആ ഒരു പ്ലെയറിനെ ഫൈൻഡ് ചെയ്ത് ആ ഒരു ഗ്യാപ്പ് യൂട്ടിലൈസ് ചെയ്യുന്നത് കാണാം. ആ ഗ്യാപ്പിൽ നിന്ന് ഈ വീണ്ടും മെക്ലാരനിലേക്ക് പാസ് കൊടുത്ത് അങ്ങനെയാണ് ആ ഗോൾ സ്കോർ ചെയ്യപ്പെടുന്നത്. സോ ഇവിടെ ആ ഒരു വിങ്ങറിൻ്റെ എക്സ്ട്രാ ഡ്യൂട്ടി ഒരു ഫാക്ടർ ആയിട്ടുണ്ട്. ആൻഡ് ഇതിനൊരു സൊല്യൂഷൻ സെക്കൻഡ് ഹാഫിൽ തന്നെ കട്ടാല കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ പ്ലെയറിനെ കൊണ്ടുവരുന്ന ഒരു ഡിഫൻസിൽ നവോച്ച സിംഗ് അവിടെ വരുമ്പോൾ ബാക്ക് ലൈൻ ഒരു 5-man ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് ഇവിടെ ആ ഒരു എക്സ്ട്രാ വരുന്ന വിങ്ങറിനെ ട്രാക്ക് ചെയ്യാനുള്ള കവർ ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി വരുന്നത് പിന്നീട് നവോച്ച സിംഗിനാണ്. അതുകൊണ്ട് തന്നെ അവിടെ കളിക്കുന്ന വിങ്ങറിന് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ നിഹാലിനാണെങ്കിലും പിന്നീട് കെവിൻ വരുമ്പോഴും ഈ 2 പേർക്കും ഡിഫെൻസീവലി ഇറങ്ങി വരേണ്ട, ഒരുപാട് ഡ്രോപ്പ് ചെയ്ത് വരേണ്ടതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 2 പേരുടെയും വിങ്ങേഴ്സിൻ്റെ ഫസ്റ്റ് ഹാഫിലെ സെക്കൻഡ് ഹാഫിലെ പോർഷൻ കമ്പയർ ചെയ്യുമ്പോൾ വിങ്ങേഴ്സിന് കുറച്ചൊരു അഡ്വാൻസ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. സോ പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഈ പറഞ്ഞ മോഹൻ ബഗാൻ വിങ്ങറിനെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു ഓവർലോഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിനെ ഔട്ട് ഓഫ് പൊസിഷൻ ആക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു എക്സ്ട്രാ പ്ലെയർ ഉള്ളതുകൊണ്ട് തന്നെ നവോച്ചയ്ക്ക് പിന്നെ കവറായിട്ട് സൈഫ് ഉണ്ട്, പിന്നെയാണ് ബികാഷിൻ്റെ ആവശ്യം വരുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അവിടെ ബാക്ക് ലൈൻ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റർ ബാക്ക് ഔട്ട് ഓഫ് പൊസിഷൻ ആവുന്ന ഒരു പ്രശ്നം അവിടെ വന്നിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നത്തിന് സൊല്യൂഷനായിട്ട് വന്നത്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതുപോലെ ഡ്രോപ്പ് ചെയ്ത് വരുമ്പോൾ പ്ലേയേഴ്സിന് ഒരു കൗണ്ടർ അറ്റാക്കിൻ്റെ ഒരു സംഭവം ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ വിങ്ങർ ഒരുപാട് ബാക്കിലാണ്. ഈ വിങ്ങർ ആ ഒരു ഡിഫൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ നിന്ന് റിക്കവർ ചെയ്യുന്ന പന്ത് നിഹാലിനാണെങ്കിലും കോറുവിനാണെങ്കിലും പല സമയത്തും ആ ഒരു ബാക്ക് ലൈനിൻ്റെ ആ ഒരു ഏരിയയിൽ ആ ഒരു ഓൺ ഹാഫിൽ തന്നെ വെച്ചിട്ട് പന്ത് റിസീവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്
അവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് പന്തുമായിട്ട് മുന്നോട്ട് ക്യാരി ചെയ്ത് ഡിസ്റ്റൻസ് ഒരുപാട് കവർ ചെയ്യാനുണ്ട്. 2 ലെയർ ഓഫ് ഡിഫൻസിനെ ബീറ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ പല സമയത്തും നിഹാലിന് പന്ത് കിട്ടിയിട്ട് അത് ക്യാരി ചെയ്യാനോ എഫക്റ്റീവായിട്ട് അത് അപ്പുറത്തെ ഹാഫിലേക്ക് എത്തിക്കാനോ സാധിക്കുന്നില്ല. സെക്കൻഡ് ഹാഫിൽ കെവിൻ വന്ന് അത്രയും ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള മെയിൻ കാരണവും ഇത് തന്നെയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഡ്വാൻസ്ഡ് ആയുള്ള റോള് വിംഗറിന് കിട്ടുന്നു. ഡിഫൻസീവ് റെസ്പോൺസിബിലിറ്റീസ് അധികം ഇല്ലാതെ മുന്നോട്ട് പൊസിഷൻ ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി അതിൻ്റെ സ്ട്രോങ് ഏരിയ ആയിട്ടുള്ള ഒരു ഓപ്പണന്റ് ഹാഫിൻ്റെ ഒരു ബോക്സിൻ്റെ ഏരിയയിൽ പന്ത് കിട്ടിയിട്ട് അവിടെ നിന്ന് ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫുൾ ബാക്ക് ആൻഡ് വിംഗർ കോമ്പിനേഷൻസ് കുറച്ചുകൂടി സെക്കൻഡ് ഹാഫിൽ വർക്കായി. അതും ഈ നവോച്ചയുടെ എക്സ്ട്രാ ഇൻക്ലൂഷൻ കൊണ്ട് മാത്രം സാധിച്ചൊരു കാര്യമാണ്. സൈഫിന് മുന്നോട്ട് കയറി വരുമ്പോൾ എപ്പോഴും അവിടെ ഒരു ഡിഫൻസ് ഷേക്ക് ആവോ, ഡിഫൻസ് ഔട്ട് പോസ്റ്റിൽ ആവോ എന്ന് പറയുന്ന ഒരു പേടി അതിനുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹം അധികം മുന്നോട്ട് കയറി വന്നിട്ടില്ല, അങ്ങനെ ഒരു റോൾ കൊടുത്തിട്ടില്ല. പക്ഷേ നവോച്ച വരുന്ന സമയത്ത് നവോച്ച ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. കെവിൻ മുന്നോട്ട് പോയ പല മൂവ്മെൻറ്റ്സിലും നവോച്ചയാണ് ആ ഒരു പാസ് സപ്ലൈ ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ നവോച്ച എപ്പോഴും മുന്നോട്ട് കയറി വരുന്നതുകൊണ്ട് തന്നെ കെവിനും മുന്നോട്ട് കയറി പോകാനും അവർ തമ്മിലുള്ള അകലം ഓപ്പണന്റ് ഹാഫിൽ തന്നെ ഈ ഫുൾ ബാക്കും വിംഗറും തമ്മിലുള്ള അകലം വളരെ കുറവായിരുന്നു. പോരാത്തതിന് ഈ നവോച്ചയുടെ അണ്ടർലാപ്പും ഓവർലാപ്പും ഈ ഒരു മാച്ചിൽ നമ്മൾ കാണുന്നുണ്ട്. പാസിംഗ് ഓപ്ഷനായിട്ട് കെവിൻ എപ്പോഴും പിറകിലായിട്ട് ഒരു പാസിംഗ് ഓപ്ഷനായിട്ട് അഡ്വാൻസ് ചെയ്തിട്ട് നവോച്ച ഉണ്ടാവും. ഒരു സിറ്റുവേഷനിൽ നവോച്ച ഇൻസൈഡിലേക്ക് കയറി നിൽക്കുമ്പോൾ കെവിൻ എക്സ്ട്രീംസിൽ വെച്ച് പന്ത് റിസീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു മാറ്റം കൊണ്ടുവന്നതോടുകൂടി കുറച്ചുകൂടി ഫുൾ ബാക്ക് ആൻഡ് വിംഗർ പാറ്റേൺ, അറ്റാക്കിംഗ് പാറ്റേണിലുള്ള മൂവ്മെന്റ്സ് വരാനും കെവിൻ അത് കുറച്ചുകൂടി മുന്നോട്ട് കയറി വരാനും അത്രയധികം ചാൻസ് ഉണ്ടാക്കാനും അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം മിഡ് പ്രോഗ്രഷനാണ്. മിഡിൽ നിന്നുള്ള പന്തുകളുടെ സപ്ലൈ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പോസ്റ്റിന് കളിച്ചിട്ടുള്ള റൗളിൻ ബോർജസും ദാനിഷ് ഫാറൂഖും ഈ രണ്ടുപേരുടെയും ആദ്യത്തെ മാച്ചിലെ പെർഫോമൻസിൽ എനിക്ക് വളരെയധികം സിമിലാരിറ്റി തോന്നി. രണ്ടുപേരും ഡിഫൻസീവിൽ നന്നിട്ട് പെർഫോം ചെയ്യും, നന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, ഇന്റർസെപ്ഷൻസും റിക്കവറീസും നടത്തും. പക്ഷേ രണ്ടുപേർക്കുള്ള ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഒഫൻസീവ്ലി മുന്നോട്ട് കയറി വരാനോ ക്യാരി ചെയ്യാനോ പാസ് കൊടുക്കാനോ സാധിക്കുന്നില്ല. സോ റൗളിൻ ബോർജസിന്റെ ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം അതായിരിക്കാമെന്ന് കരുതാം. ഈ മാച്ചിലേക്ക് വരുമ്പോൾ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ ക്യാരി ചെയ്യുന്നില്ല രണ്ടുപേരും. ഇപ്പോൾ റൗളിൻ ബോർജസ് പ്രത്യേകിച്ചും നിപ്പിൽ തന്നെ ആ നിന്ന പോസ്റ്റിൽ തന്നെ പാസ് കൊടുക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിംഗർ ഓൾറെഡി ഡിഫൻസീവ് ഹാഫിലാണ്. കിട്ടുന്ന പന്ത് പെട്ടെന്ന് പാസ് കൊടുക്കുമ്പോൾ വിംഗറിന് ഒരുപാട് അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. അവിടെ വെച്ച് തന്നെ പാസ് കൊടുക്കുകയാണ്. സോ വിംഗർ ഓൺ ഹാഫിൽ നിന്ന് മുന്നോട്ട് കയറി വരേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട്. പിന്നെ മിസ് പാസുകൾ, ദാനിഷ് ഫാറൂഖ് ആണെങ്കിലും റൗളിൻ ബോർജസ് ആണെങ്കിലും ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ മിസ് പാസുകൾ, പന്ത് റീഗെയിൻ ചെയ്ത് അറ്റാക്ക് ചെയ്യേണ്ട പല മൂവ്മെന്റ്സിലും അത് സ്റ്റക്കായി പോകാനുള്ള വൺ ഓഫ് ദ റീസൺ ഈ മിഡിൽ നിന്നുള്ള പാസുകൾ മിസ് പാസ്സായി മാറിയതുകൊണ്ടാണ്. ഫസ്റ്റ് ഹാഫിൽ ദാനിഷിൻ്റെ ഒരു നോ ലുക്ക് പാസ്സൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇതിനൊരു സൊല്യൂഷനായിട്ട് സെക്കൻഡ് ഹാഫിൽ കറ്റാല കൊണ്ടുവരുന്നത് മർലോണയാണ്. ആൻഡ് അത് വർക്ക് ആവുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റൗളിൻ ബോർജസിന് പകരമായിട്ടാണ് മർലോൺ വരുന്നത്. ആൻഡ് മർലോൺ വരുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹം പന്ത് ക്യാരി ചെയ്യുന്നുണ്ട്. റിക്കവർ ചെയ്യുന്ന പന്ത് ക്യാരി ചെയ്ത് അപ്പുറത്തേക്ക് എത്തിക്കുമ്പോൾ ഈ കെവിൻ ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലേയേഴ്സിനാണെങ്കിലും മുന്നോട്ടേക്ക് റൺ ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു അറ്റാക്ക് അപ്പുറത്തേക്ക് എത്താനും അത് കാരണമാകുന്നുണ്ട്. മിസ് പാസുകൾ ഇല്ലാതെ കളിക്കാനും മർലോണ് സാധിച്ചിരുന്നു. സോ രണ്ടാമത്തെ പ്രോബ്ലം മിഡിലെ ഒരു പ്രോഗ്രഷൻ്റെ ഇഷ്യൂ, അതിനും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കറ്റാലക്ക് സാധിക്കുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്ലാൻസ് കയ്യിലുള്ള ഒരാളാണ്. ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത് മാത്രമേ ഉപയോഗിക്കുന്ന വാശി പിടിച്ചിരിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ടീമിനെ കൊണ്ടുവരാൻ സാധിക്കും. ഒറ്റ സാധനം അത് നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വർക്കാവും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഒരുപാട് കാലം നിന്ന് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അതിനൊരു കൗണ്ടർ ടാക്ടിക്സ് വരും. ഒരുപാട് കാര്യങ്ങളിൽ ടീമിനെ പോളിഷ് ചെയ്ത് എല്ലാം വർക്കാവുന്ന രീതിയിൽ ടീമിനെ മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഒരു ലോങ് ടൈമിൽ അത് സെറ്റായിരിക്കും. പക്ഷെ അതൊന്ന് സെറ്റായി വരാൻ നല്ല രീതിയിൽ ടൈം എടുക്കും. സിമ്പിൾ അല്ല, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ പ്ലേയേഴ്സ് ഉൾപ്പെടെ അതിന് അഡാപ്റ്റ് ആവണമെങ്കിൽ നല്ല രീതിയിലുള്ള ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇവിടെ അതിന് വലിയൊരു ഉദാഹരണമാണ് സെക്കൻഡ് ഹാഫിൽ കോച്ച് കറ്റാല ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഭവം. നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ ഒരു ടാക്ടിക്സ് ഈ അടുത്തൊന്നും ഇന്ത്യൻ ഫുട്ബോളിൽ കാണാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് ചെയ്തൊരു ടാക്ടിക്സ് ആണ് മോഹൻ ബഗാനെതിരെ ആദ്യത്തെ മാച്ചിൽ തന്നെ കറ്റാല ഉപയോഗിക്കുന്നത്. ബാക്കിൽ ആ ഒരു ഗോൾ കീപ്പറിൻ്റെ ആ ഒരു കിക്കിൽ നിന്ന് പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ഓപ്പണന്റ് ഹാഫിലേക്ക് എത്തിക്കുന്ന ഒരു രീതി. ഇത് കൃത്യമായ രീതിയിൽ കോച്ച് കറ്റാല മുൻപത്തെ സീസണിൽ ട്രൈ ചെയ്ത് വർക്ക് ചെയ്ത് ഗോൾ വരെ നേടിയിട്ടുള്ള ഒരു ടാക്ടിക്സ് ആണ്. അതാണ് അദ്ദേഹം ഇവിടെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത് 100% ഫെയിലറായി. പല സമയത്തും അത് അതിനൊരു എൻഡ് റിസൾട്ട് കൊണ്ടുവരാൻ കറ്റാലക്ക് ഈ ഒരു മാച്ചിൽ സാധിച്ചിട്ടില്ല. അതിന് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് വന്നത് ഈ ഒരു മൂവ്മെൻ്റ് ആണ്. അവിടെ ബാക്കിൽ ഗോൾ കീപ്പറിന് പാസ് കൊടുത്ത് പിന്നെ ബികാഷിന് പാസ് കൊടുത്ത് കോറൂസിങ്ങിന് പാസ് കൊടുക്കുന്നുണ്ട്. കോറൂസിങ് അവിടെ പാസ് കിട്ടുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐവാൻ ഡോഹ്ലിംഗ് കൃത്യമായ പൊസിഷനിൽ പന്ത് റിസീവ് ചെയ്യാൻ പാകത്തിന് അഡ്വാൻസ് ചെയ്യാൻ പാകത്തിന് റെഡിയാണ്. അതിനൊരു പാസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലെ സ്പേസ് അതിന് ഓപ്പൺ ആണ്. അങ്ങനെ മുന്നോട്ട് പോയി നല്ലൊരു പാസ് കൊടുക്കാൻ ഇൻസൈഡിലേക്ക് ഒരു പാസ് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. 2 സ്ട്രൈക്കേഴ്സ് അവിടെ അവൈലബിൾ ആണ്. ഒരു നല്ല ത്രെട്ടാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ ആ മൂവ്മെന്റ് മാറിയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കോറുവിന് ആ ഒരു പാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പന്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിന്റെ അഡാപ്റ്റബിലിറ്റിയെ പറ്റി സംസാരിക്കേണ്ടത്. കോച്ചിന് ടാക്ടിക്സ് ഉണ്ട്, അത് കൃത്യമായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്ലേയേഴ്സ് വേണം, പ്ലേയേഴ്സ് അതിനനുസരിച്ച് അതിൽ അഡാപ്റ്റ് ആവണം, ആ പ്ലേയേഴ്സ് അങ്ങനത്തെ പെർഫോമൻസ് കാഴ്ചവെക്കണം. പല സമയത്തും ഈ പറഞ്ഞ സംഭവം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഗോൾ കീപ്പർ സെന്റർ ബാക്കിനിടയിൽ പന്ത് സ്റ്റക്ക് ആവുന്നു, ബികാഷ് കൊടുക്കുന്ന ഒരു പന്ത് ക്ലിയർ ചെയ്യേണ്ടി വരുന്നു, ഗോൾ കീപ്പർ ലോങ് കിക്ക് എടുക്കുന്ന പന്ത് കൃത്യമായിട്ട് പ്ലെയറിലേക്ക്
റീച്ച് ചെയ്യുന്നില്ല, അങ്ങനെയെല്ലാം അത് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ അതിവിടെ സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടൈം എടുക്കാം, മൾട്ടിപ്പിൾ മാച്ചസ് അത് കളിക്കേണ്ടി വരും. സോ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഇതിന് ആപ്റ്റ് ആവുന്ന പ്ലേയേഴ്സ്, അങ്ങനെ കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് നമുക്ക് വേണം. ഇനി രണ്ടാമത്തേത്, ഇനി അതില്ലെങ്കിൽ ഉള്ള പ്ലേയേഴ്സിനെ ആ രീതിയിൽ കളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണം. സോ ഫസ്റ്റത്തെ കാര്യം ബ്ലാസ്റ്റേഴ്സിന് ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ രണ്ടാമത്തെ കാര്യം അത്യാവശ്യം ടൈം എടുക്കുന്ന കാര്യം കൂടിയാണ്. സോ അതെന്തായാലും എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഈ ഒരു മാച്ചിൽ ഒരു എതിരഭിപ്രായം ഉണ്ടാവുന്ന ഒരു സംഭവം സെക്കൻഡ് ഹാഫിൽ ഒമർ ബാനെ മാറ്റിയിട്ട് വിപിനെ കൊണ്ടുവന്ന ഒരു മൂവ്മെൻ്റ് ആണ്. അവിടെയാണ് നമുക്ക് രണ്ടാമത്തെ ഗോൾ കൺസിഡർ ചെയ്യേണ്ടി വരുമ്പോൾ ഒമർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ഹൈ ബോൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് മാറിയാണ്. പക്ഷേ എനിക്കിവിടെ തോന്നിയൊരു കാര്യം, ഒരു അവസാന നിമിഷമാണ് ആ ഒരു മാറ്റം അദ്ദേഹം കൊണ്ടുവരുന്നത്. ഒരു കിട്ടി പോയാൽ പോയി ലാസ്റ്റ് ഒരു മരണക്കളിയാണ് ലാസ്റ്റ് കട്ടാല കളിച്ചത്. അവിടെ വിപിൻ വരുമ്പോൾ മർലോണ ഫ്രണ്ടിലേക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ മർലോണ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം അവിടെ ഒമറിനെ മാറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. വിപിൻ അവിടെ വരുമ്പോൾ ഡാനിഷും വിപിനും ബാക്കിൽ വരുന്നു, മർലോണ ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. മർലോൺ അങ്ങനെ പോയതിനു ശേഷം ഒരു ഫ്ലിക്കിംഗ് പാസിലൂടെ ഫ്രണ്ടിൽ വെച്ച് കെവിനെ കണ്ടെത്തിയ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കെവിൻ ഒരു പാസ് ഫ്രണ്ടിൽ കൊടുക്കുമ്പോൾ മർലോണാണ് അവിടെ ഫ്രണ്ടിലുള്ളത്. ഈ രണ്ട് സിറ്റുവേഷനിലും മർലോൺ ഫ്രണ്ടിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്, പക്ഷേ അതൊരു എഫക്റ്റീവായിട്ട് ചാൻസ് ആക്കിയിട്ടോ ഗോളാക്കി മാറ്റാൻ പറ്റുന്നില്ല. ഏറ്റവും ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ ആ ഗോൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതൊരു വലിയ മണ്ടത്തരമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ലാസ്റ്റ് ഒന്ന് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിട്ടി പോയപ്പോൾ എന്ന് പറയുന്ന രീതിയിൽ, കിട്ടുകയാണെങ്കിൽ ഒരു ഗോൾ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഒരു റിസ്ക് എടുത്തിട്ടുള്ളൊരു മാറ്റമായിരുന്നു. അതിനും കോച്ച് ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളതും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സേഫ് സോൺ പിടിക്കുന്നില്ല അദ്ദേഹം അവിടെയും. സോ എനിക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്തൊരു കാര്യം, കട്ടാല എന്ന് പറയുന്ന കോച്ചിൻ്റെ കയ്യിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, ഒരുപാട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്ലേയേഴ്സ്, ആപ്റ്റ് ആവുന്ന പ്ലേയേഴ്സിനനുസരിച്ച് അത് ടൈം എടുക്കും. സോ ആ ടൈമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഒരു ലോങ് സീസൺ തന്നെ അതിനെ പരീക്ഷിക്കാനുണ്ട്. സോ അവിടെ മനസ്സറിഞ്ഞ് പരീക്ഷിക്കാനുള്ളൊരു ടൈം അതിന് കൊടുക്കുക. ആൻഡ് വൺസ് അത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടാക്ടിക്സും കളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ടാക്ടിക്കലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഏതൊരു ടീമിനും പഠിച്ച് വന്ന് തോപ്പിക്കാൻ പറ്റാത്ത ഒരു ടീമായി മാറ്റിയെടുക്കാൻ കട്ടാലക്ക് സാധിക്കും. അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ പ്ലേയേഴ്സ് എങ്കിലും അതിൻ്റെ ടാക്ടിക്സിൽ അഡാപ്റ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഈ സെയിം ഇന്ത്യൻ പ്ലേയേഴ്സിനെയും കുറച്ച് നല്ല ക്വാളിറ്റി ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ ടാക്ടിക്സ് വർക്കാക്കി എടുക്കാൻ സാധിച്ചേക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിനർത്ഥം കട്ടാലയാണ് ISL ഏറ്റവും മികച്ച കോച്ച് എന്നൊന്നുമല്ല. ഇങ്ങനെ ഒരു ബിഹൈൻഡ് ദ സ്റ്റോറി ഉണ്ടെന്നും നിങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. എന്തായാലും എവിടേക്കോ അതിന് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ സെറ്റായി വരും എന്നൊരു ഹോപ്പ് കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഈ ഒരു വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ശ്രമിക്കാം. നമുക്ക് മറ്റൊരു കാണാം. ബൈ.